ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഈസി മെഡിക്കൽ കോഡിങ്. അപ്പം ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററിൻ്റെ ഗൈഡ് ലൈൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ടോപ്പ് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിൻ്റെ ഗൈഡ് ലൈൻസ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇടുന്ന കമൻസിൻ്റെ ബേസിസിലായിരിക്കും ഞാൻ നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണെന്ന് സെലക്ട് ചെയ്യുന്നത്. സോ ഞാൻ നോക്കിയപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ളത് ഈ മസ്കുലോസ്കെലറ്റലാണ്. പിന്നെ മെഡിസിനും ലാബ് ആൻഡ് പാത്തോളജി അങ്ങനെ പല ചാപ്റ്റേഴ്സും പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിലും കൂടുതലും ആൾക്കാർ ഈ ഒരു ചാപ്റ്ററാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എനിക്ക് പേഴ്സണലി അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ടോപ്പിക്കാണ് ഈ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം. ഇത് ടഫ് ആയതുകൊണ്ടോ ഒന്നുമല്ല, എന്തോ താല്പര്യമില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ആ മൈൻഡോടു കൂടി ഒന്നും ഇതിനെ കാണരുത്. ഇഷ്ടമാണ്, നമ്മൾ ഏതൊരു സബ്ജക്റ്റ് ഇഷ്ടത്തോടു കൂടി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കായത് കേട്ടോ. കാരണം ഇപ്പോൾ കാർഡിയോ എന്നൊക്കെ പറയുമ്പോൾ 3 സീരീസ് എന്ന് പറയുമ്പോൾ അതിൽ റെസ്പിറേറ്ററി വരുന്നുണ്ട്, കാർഡിയോ വരുന്നുണ്ട്, പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് പോർഷൻ കണ്ടില്ലേ, ഇതെല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആണ് ആ ഒരു 3 സീരീസ് എന്ന് പറയുമ്പോൾ. നിങ്ങൾക്കിപ്പം ഇപ്പോൾ കാർഡിയോ വാസ്കുലർ സിസ്റ്റം തന്നെ എന്ന് പറയുമ്പോൾ വാസ്റ്റാണ്. നിങ്ങൾ അത്രയും പഠിക്കുന്നതിനകത്തൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ ആയിരിക്കാം കിട്ടുക. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒന്നും പോലും ചോദിച്ചില്ലെന്ന് പറയാം, അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് കിട്ടും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടുന്ന ഒരു ചാപ്റ്ററാണ് ഈ മസ്കുലോസ്കെലറ്റൽ. ഓക്കെ, ഇത് കൂടുതലും മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഗൈഡ് ലൈൻസ് കുത്തിയിരുന്ന് പഠിക്കാനൊന്നും പ്രത്യേകിച്ചില്ല. പക്ഷേ ചിലപ്പോൾ കോഡുകളൊക്കെ ഇങ്ങനെ കൺഫ്യൂസിങ് ആവാൻ നല്ല ചാൻസ് ഉണ്ട് ഇവിടെ. സോ പ്രാക്ടീസ് ചെയ്തിട്ട് ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ മാറ്റിയെടുക്കുക. പിന്നെ പറയാനായിട്ട് എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. എനിക്ക് റിപ്ലൈ ചെയ്യാൻ ഒട്ടും ടൈം കിട്ടുന്നില്ല. പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലും ടൈം കണ്ടെത്തി റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. വിഷമം തോന്നരുത് അതിനകത്തിൽ. ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ തിരക്കുകൊണ്ടാണ് വീഡിയോ ഇടാനും താമസം വരുന്നത്. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു, എനിക്ക് ചിലപ്പം ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യും എന്നൊക്കെ. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ചെയ്യരുത്, ഞങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ എനിക്കറിയാം, അത് ഞാൻ സ്റ്റോപ്പ് ചെയ്യത്തില്ല. കുറച്ചൊന്ന് ഡിലേ ആയാലും ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ ഗൈഡ് ലൈൻസ് മനസ്സിലാക്കുന്നതിന് മുന്നേ, അത് പഠിക്കുന്നതിന് മുന്നേ ജസ്റ്റ് നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റം എന്താണ്, അതിലെവിടൊക്കെയാണ് മെയിൻ ബോൺസ് എന്തൊക്കെയാണ്, എവിടൊക്കെയാണ് എന്നൊക്കെയുള്ളൊരു വീഗ് ഐഡിയ നിങ്ങൾക്ക് വേണം. ഓക്കെ, അതുപോലെ കുറച്ച് ടേംസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഫ്രണ്ടിൽ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളതൊക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക. ഫ്രാക്ചർ കോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് എല്ലാം മെയിനാണ്. ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് മോസ്റ്റ്ലി നിങ്ങൾക്ക് അറിയാവുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, എങ്കിലും ഞാനൊന്ന് പറഞ്ഞു പോവുകയാണേ. ഇപ്പം ബോൺ ബ്രേക്കായിട്ട് നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ്. പക്ഷേ അവിടെ നമ്മൾ സ്കിന്നൊന്നും ഓപ്പൺ ചെയ്യാതെ, ഒരു തരത്തിലുമുള്ള ഇൻസിഷൻ ഇടാതെ ആ ബോണിനെ നമ്മൾ നേരെയാക്കി എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ക്ലോസ്ഡ് റിഡക്ഷൻ ഈസ് എ പ്രൊസീജിയർ ടു സെറ്റ് എ ബ്രോക്കൺ ബോൺ വിത്തൗട്ട് കട്ടിങ് ദ സ്കിൻ ഓപ്പൺ. അപ്പോൾ സ്കിന്നൊന്നും ഓപ്പൺ ചെയ്യാതെ, അപ്പോൾ അവിടെ ബോണൊന്നും വെളിയിൽ വന്നിട്ടും ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് പക്ഷേ ഒടിഞ്ഞിട്ടുണ്ടാവും, ബ്രോക്കൺ ആയിരിക്കും. അപ്പം നമ്മൾ അതിനെ സെറ്റ് ചെയ്യത്തില്ലേ, നമുക്കറിയാമല്ലോ, പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. അവിടെ ചിലപ്പം സ്കിന്നൊന്നും ഓപ്പൺ ചെയ്യാതെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്കിൻ ഓപ്പൺ ചെയ്യാതെ ഏത് വിധത്തിലും അതിനെ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഓപ്പൺ ട്രീറ്റ്മെൻറ്റ്? നമുക്കറിയാം, സർജിക്കലി ഓപ്പൺ ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഓപ്പൺ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, പിന്നെ മാനിപ്പുലേഷൻ ആൻഡ് റിഡക്ഷൻ. ആക്ച്വലി വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദിസ് ടോപ്പിക്. നമ്മൾ മസ്കുലോസ്കെലറ്റലിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനിതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇഫ് യു ഹാവ് നോട്ട് സീൻ ദാറ്റ് വീഡിയോ യെറ്റ്, ദെൻ ഐ വിൽ പുട്ട് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഓക്കെ, ബെറ്റർ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അത് കാണുന്നതായിരിക്കും. കാരണം അപ്പം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടി, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ചെയ്യേണ്ടതെന്ന്. അപ്പം നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രം ആൻസർ ചെക്ക് ചെയ്യുക. മാനിപ്പുലേഷൻ ആൻഡ് റിഡക്ഷൻ. Prior to casting or fixation, the broken bones must be returned to its proper position. This is referred to as reduction. അപ്പം നമ്മൾ
എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഒടിഞ്ഞ് പല പീസസായിട്ട് പലയിടത്ത് മാറിയിരിക്കുന്ന ബോൺസിനെ എല്ലാം നമ്മൾ നേരെ അതിൻ്റെ പ്രോപ്പർ പൊസിഷനിൽ കൊണ്ട് വെക്കണം അല്ലേ? എന്നിട്ടല്ലേ അതിന് പിന്നെ സ്ക്രൂ ഇടുന്നതായാലും പിന്നെ അല്ലെങ്കിൽ നമ്മൾ കാസ്റ്റിംഗ് ചെയ്യുന്നതാണെങ്കിലും എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് റിഡക്ഷൻ. ഓക്കെ, ക്ലോസ്ഡ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് റിഡക്ഷൻ ഈസ് മാനിപ്പുലേഷൻ ഓഫ് എ ഫ്രാക്ചർ വിത്തൗട്ട് ആൻ ഇൻസിഷൻ. ഇൻസിഷൻ ഇടാതെ, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റിൻ്റെ കേസിൽ പറഞ്ഞ പോലെ ഇൻസിഷൻ ഇടാതെ ഒരു ഫ്രാക്ചറിനെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുവാണ്. അതായത് മാനിപ്പുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനുവലി അത് ചെയ്യുന്നതിനെയാണ്. ഓക്കെ, അപ്പം അങ്ങനെ മാനുവലി നമ്മൾ ഇൻസിഷൻ ഒന്നും ഇടാതെ ചെയ്യുവാണെങ്കിൽ, റിഡക്ഷൻ ചെയ്യുവാണെങ്കിൽ ക്ലോസ്ഡ് റിഡക്ഷൻ എന്ന് പറയും. ഇപ്പോൾ ഓപ്പൺ റിഡക്ഷൻ എന്താണ്? മാനിപ്പുലേഷൻ ഓഫ് എ ഫ്രാക്ചർ ആഫ്റ്റർ ഇൻസിഷൻ ഇൻ ടു ദ ഫ്രാക്ചർ സൈറ്റ്. അപ്പം ഇൻസിഷൻ ഇട്ടിട്ടാണ് നമ്മൾ മാനിപ്പുലേഷൻ ചെയ്യുന്നതെങ്കിൽ അത് ഓപ്പൺ റിഡക്ഷൻ ആയിരിക്കും. ഇൻസിഷൻ ഇട്ടിട്ട് നമ്മൾ അതിനെല്ലാം പറക്കി നേരെ വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്പൺ റിഡക്ഷനായി. ഓക്കെ, ദെൻ മറ്റൊരു ടേമാണ് പെർക്യൂറ്റേനിയസ് സ്കെൽറ്റൽ ഫിക്സേഷൻ. വിത്ത് പെർക്യൂറ്റേനിയസ് പിന്നിങ്, an orthopedic surgeon or bone doctor pushes a metal pin wire through the skin and into the bone. One end of the pin sticks out of the skin while the other stays in the bone. This technique holds a broken bone together and keeps it still until it heals. Okay, അപ്പം ഇതൊരു തരം പിടിച്ചു വെക്കുന്ന രീതി തന്നെ. ബ്രോക്കൺ ആയിട്ടുള്ള ബോണിൻ്റെ അറ്റത്തൂടെ ഒരു പിന്ന് യൂസ് ചെയ്തിട്ട് മറ്റേ അറ്റത്തൊരു സാധനം തേച്ചിട്ട് അതിനെ സ്റ്റിക്ക് ചെയ്ത് വെപ്പിക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ പെർക്യൂറ്റേനിയസ് സ്കെൽറ്റൽ ഫിക്സേഷൻ. ഇവിടെ വലിയ രീതിക്കുള്ള ഇൻസിഷനൊന്നും വരുന്നില്ല. ജസ്റ്റ് ഒന്ന് ആ ഒരു വയർ കയറാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇൻസിഷൻ മതി, ആ ഒരു പിന്ന് കയറാൻ വേണ്ടിയിട്ട് മാത്രമുള്ള. ഓക്കെ, ഇനി നിങ്ങൾ അറിയേണ്ട മറ്റൊരു ടേമാണ് എക്സ്റ്റേണൽ ഫിക്സേഷൻ. ഈ എക്സ്റ്റേണൽ ഫിക്സേഷൻ എന്താണ്? എക്സ്റ്റേണൽ ഫിക്സേഷൻ ഡിവൈസ് മേ ബി യൂസ്ഡ് ടു കീപ് ഫ്രാക്ചേർഡ് ബോൺസ് സ്റ്റെബിലൈസ്ഡ് ആൻഡ് ഇൻ അലൈൻമെൻറ്റ്. അപ്പം ഇതുണ്ട്, ഈ പിക്ചറിൽ ഞാൻ കൊടുത്തേക്കുന്നുണ്ടോ, ഇതാണ് എക്സ്റ്റേണൽ ഫിക്സേഷൻ. അപ്പം പൊട്ടിയ ബോണിനെ നേരെ നിർത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന, എക്സ്റ്റേണലി കൊടുക്കുന്ന ഒരു സംഭവം. ഈ എക്സ്റ്റേണൽ ഫിക്സേഷനും സ്ക്രൂ ആണ് അതിനകത്തിലോട്ട് പ്ലേസ് ചെയ്യുന്നത്. സോ അവിടെയും വലിയ രീതിക്കുള്ള ഇൻസിഷൻ ഉണ്ടാകത്തില്ല, ചെറിയ ഇൻസിഷൻസ് ഒക്കെ വേണ്ടി വരത്തുള്ളൂ, കുഞ്ഞായിട്ട് അത് കയറാനും വേണ്ടി മാത്രമുള്ള. ഈ എക്സ്റ്റേണൽ ഫിക്സേഷൻ പലതരത്തിലുണ്ട്. യൂണിപ്ലെയിൻ ഉണ്ട്, മൾട്ടിപ്ലെയിൻ ഉണ്ട്. മൾട്ടിപ്ലെയിൻ എന്ന് പറയുമ്പോൾ ബൈപ്ലെയിൻ ആവാം, മൾട്ടിപ്ലെയിൻ ആവാം. ഓക്കെ, അതിൻ്റെ പിക്ചേഴ്സാണ് ഞാനവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ കോഡ് എടുക്കുമ്പോൾ നമുക്ക് ആവശ്യം വരും, യൂണിപ്ലെയിൻ ആണോ മൾട്ടിപ്ലെയിൻ ആണോ എന്നൊക്കെ ഉള്ളത്. അപ്പം എന്താണെന്നൊരു നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പിക്ചർ ഇവിടെ കൊടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു വെക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകെ കോഡ്സ് പഠിക്കുമ്പം നോക്കാം. ഇപ്പം നമ്മുടെ കോഡ് തുടങ്ങുന്നത് ജനറൽ എന്ന് പറയുന്ന കാറ്റഗറിക്കകത്താണ് നമുക്കിവിടെ ചാപ്റ്റർ തുടങ്ങുന്നത്. അതിൽ വൂണ്ട് എക്സ്പ്ലോറേഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക്. വൂണ്ട് എക്സ്പ്ലോറേഷൻ, ട്രോമ, എക്സാമ്പിൾ പെനട്രേറ്റിംഗ് ഗൺ ഷോട്ട്, സ്റ്റാബ് വൂണ്ട്. അപ്പം ഇവിടെ ഈ വൂണ്ട് എക്സ്പ്ലോറേഷൻ എന്ന് പറയുമ്പം നമ്മൾ ഏതിനൊക്കെയാണെന്നറിയാമോ കോഡ് എടുക്കണ്ടേ? ഗൺ ഷോട്ട് പോലെയൊക്കെയുള്ള സ്റ്റാബ് വൂണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആഴത്തിലുള്ള നമ്മുടെ പിച്ചാത്തി കൊണ്ടൊക്കെ കത്തിക്കുത്ത്, അതായത് നമ്മുടെ ബോഡിയിൽ നല്ല ആഴത്തിൽ കുത്തേക്കത്തില്ലേ, മുറിവുണ്ടാവത്തില്ലേ, അതാണ് സ്റ്റാബ് വൂണ്ട്. ഓക്കെ, ഗൺ ഷോട്ട് അറിയാമല്ലോ. അപ്പം ഇതേപോലൊക്കെ ആണെങ്കിലാണ് നമ്മൾ ഇവിടുന്ന് കോഡ് എടുക്കുന്നത്. അല്ലാതെ നമ്മുടെ ചീള് കേസിനൊന്നും ഇവിടെ വന്നിട്ട് നമ്മൾ കോഡ് എടുക്കത്തില്ല. അതൊക്കെ നമ്മുടെ എവിടെയാണ്, ഇൻഡോക്യുമെൻ്ററിക്കകത്തുനിന്നായിരിക്കും അതിനൊക്കെ നമ്മൾ കോഡ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ഫസ്റ്റ് കോഡ് 20100 എക്സ്പ്ലോറേഷൻ ഓഫ് പെനട്രേറ്റിംഗ് വൂണ്ട് നെക്ക്. ഇത് സെപ്പറേറ്റ് പ്രൊസീജിയറാണേ, നെക്ക്. അപ്പം 20100 എടുക്കും. ഇനി അത് ചെസ്റ്റ് ആണെങ്കിലോ 20101 എടുക്കും. അബ്ഡോമൻ, ഫ്ലാങ്ക്, ബാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ 102. എക്സ്ട്രിമിറ്റിയിലാണെങ്കിലോ 103. ഇനി ഇവിടെ നിങ്ങൾക്ക് കോഡ് എടുക്കുമ്പോൾ ഡൗട്ട്സ് ഉണ്ടാവാതിരിക്കാൻ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. എവിടം വരെയൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ഡീബ്രൈഡ്മെൻ്റ് ആണ് ഇവിടെ വരുന്നത് എന്നൊക്കെയുള്ളത്. ഓക്കെ, ഏതൊക്കെ പാർട്ട് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുള്ളതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സിഷൻ 20150 എക്സിഷൻ ഓഫ് എപ്പിഫിസിയൽ ബാർ with or without autogenous
സോഫ്റ്റ് ടിഷ്യൂ ഗ്രാഫ്റ്റ് ഒബ്റ്റൈൻഡ് ത്രൂ സെയിം ഫേഷ്യൽ ഇൻസിഷൻ. എപ്പിഫിസിയൽ ബാറിൻ്റെ എക്സിഷൻ ആണ് പറഞ്ഞത്, വിത്ത് ഓർ വിത്തൗട്ട് ഓട്ടോജനസ് സോഫ്റ്റ് ടിഷ്യൂ ഗ്രാഫ്റ്റ്. ഓക്കെ, 20200 അതെന്ന് പറയുന്നത് ബയോപ്സി മസിലാണ്, സൂപ്പർഫിഷ്യലാണ്. സൂപ്പർഫിഷ്യൽ എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിലായിട്ടുള്ളത്. ഓക്കെ, ഇനി ഡീപ്പായിട്ടാണ് എടുക്കുന്നതെങ്കിൽ 205. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനകത്ത് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യണം. അടുത്തത് 206 പറയുന്നത് ബയോപ്സി മസിൽ പെർക്യൂറ്റേനിയസ് നീഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 206 ആയിരിക്കും. ഓക്കെ, ഇനി ബയോപ്സി ബോണ് ട്രോക്കാർ ഓർ നീഡിൽ സൂപ്പർഫിഷ്യൽ ആണെങ്കിൽ 220, ഡീപ്പാണെങ്കിൽ 225. ഇനി ബയോപ്സി ബോൺ ഓപ്പൺ ആണെങ്കിൽ, ഓപ്പണിൽ സൂപ്പർഫിഷ്യൽ ആണെങ്കിൽ 240, ഡീപ്പാണെങ്കിൽ 245. ഇനി ബയോപ്സി വെർട്ടിബ്രൽ ബോഡി ഓപ്പൺ തൊറാസിക് ആണെങ്കിൽ 250, ലംബാർ ഒരു സെർവിക്കൽ ആണെങ്കിൽ 251. ഇത്രയാണ് ബയോപ്സിക്കകത്തിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓർ റിമൂവൽ. ഞാൻ പ്രത്യേകിച്ച് സ്ലൈഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല, നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് വേണം ഇത് കേൾക്കാനും. എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടാവുമല്ലോ, എടുത്ത് വെച്ചിട്ട് വേണേ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല ഞാൻ എന്തോ പറയുന്നതെന്ന്. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ഓർ റിമൂവലിനകത്തിൽ ഫസ്റ്റ് വരുന്നത് ഇഞ്ചക്ഷനാണ്. ഇഞ്ചക്ഷൻ ഓഫ് സൈനസ് ട്രാക്റ്റാണ് തെറാപ്യൂട്ടിക്. അത് 20500 ആണ്. ഇത് തന്നെ ഡയഗ്നോസ്റ്റിക് ഇഞ്ചക്ഷൻ ആണെങ്കിൽ 20501. ഓക്കെ, ഇനി പിന്നെ വരുന്നത് ഒരു റിമൂവലാണ്. റിമൂവൽ ഓഫ് ഫോറിൻ ബോഡി ഇൻ മസിൽ ഓർ ടെൻഡൻ ഷീത്ത് സിമ്പിൾ ആണെങ്കിൽ 520, ഡീപ്പ് ആണെങ്കിൽ 525. ആക്ച്വലി ഈ കോഡ്സൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ, വലിയ കാര്യമായിട്ടൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഇഞ്ചക്ഷൻ തെറാപ്യൂട്ടിക് കാർപ്പൽ ടണലാണെങ്കിൽ 526. പിന്നെ ഇഞ്ചക്ഷൻ എൻസൈമ പൾമാർ ഫേഷ്യൽ കോഡാണെങ്കിൽ, അപ്പോൾ അവിടെ ദാറ്റ് ഈസ് ഡുപ്പിട്രൻസ് കോൺട്രാക്ചർ എന്ന് പറയുന്നുണ്ട്. ഈ ഡുപ്പിട്രൻസ് കോൺട്രാക്ചർ എന്ന് പറഞ്ഞാൽ അതൊരു നമ്മുടെ കൈപ്പത്തിയിലൊക്കെ ഉണ്ടാവുന്ന ഒരു അബ്നോർമൽ തിക്നിങ് ആണ് കേട്ടോ. അപ്പം അതാണ് ഇവിടെ എക്സാമ്പിൾ കൊടുത്തത്. അപ്പോൾ ഇതിനുള്ള ഇഞ്ചക്ഷനാണ് 20527. അപ്പം ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഈ ഡുപ്പിട്രൻസ് കോൺട്രാക്ചർ എന്നായിരിക്കും കൊടുത്തേക്കുന്നത്. പിന്നെ 20550 ഇഞ്ചക്ഷൻ സിംഗിൾ ടെൻഡൻ ഷീത്ത് ഓർ ലിഗമെൻറ്റ് അപ്പോന്യൂറോസിസ്, എക്സാമ്പിൾ പ്ലാന്റർ ഫേഷ്യ. ഓക്കെ, ഫേഷ്യ എന്തുവാന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉള്ള ടൈംസ് ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, ഒരു ഐഡിയ കിട്ടും. ഇനി 20551 എന്താണ്? സിംഗിൾ ടെൻഡൻ ഒറിജിൻ ഓർ ഇൻസർഷൻ. ഓക്കെ, ഇനി അടുത്തത് 20552 ഇഞ്ചക്ഷൻ ആവാം, ഇഞ്ചക്ഷൻസ് ആവാം കേട്ടോ. അത് ശ്രദ്ധിച്ചോണേ, അങ്ങനെയുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോണം. സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ട്രിഗർ പോയിൻറ്റ്സ് 1 or 2 മസിൽസ്. ഓക്കെ, ദെൻ അതായത് ട്രിഗർ പോയിൻ്റ് ഇഞ്ചക്ഷൻ. ഓക്കെ, ദെൻ സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ട്രിഗർ പോയിൻറ്റ്സ് 3 or more മസിൽസ്. അപ്പം 1, 2 ആണെങ്കിൽ 552, 3 or more ആണെങ്കിൽ 553. ഇനി 20560 പറയുന്നത് നീഡിൽ ഇൻസർഷൻ ആണ്. വിത്തൗട്ട് ഇഞ്ചക്ഷൻസ് ആണെങ്കിൽ 1 or 2 മസിൽസിലാണെങ്കിൽ 560, 3 or more മസിൽസ് ആണെങ്കിൽ 561. Then placement of needles or catheters into muscle and or soft tissue for subsequent interstitial radio element application ആണെങ്കിൽ 20555. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ക്വസ്റ്റ്യനിൽ പറയും ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലൂ ആ ക്വസ്റ്റ്യനിൽ കാണും. അപ്പോൾ അതനുസരിച്ച് വന്നിട്ട് നമുക്ക് കോഡ് എടുക്കാം. നെക്സ്റ്റ് 20600 ഇത് ആർത്രോസെൻതസിസ് ആണ് പറയുന്നത്. എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ സെൻതസിസ് എന്ന് പറയുമ്പോഴേ അറിയാമല്ലോ ഫ്ലൂയിഡ് എടുക്കുന്നത്. is a procedure performed to collect synovial fluid from joint spaces. ഓക്കെ, ജോയിൻറ്റ് സ്പേസസിൽ നിന്ന് ഈ സൈനോവിയൽ ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നതാണ് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ആർത്രോസെൻതസിസ് ആണ് പറയുന്നത്. ആസ്പിറേഷൻ ആൻഡ് ഓർ ഇഞ്ചക്ഷൻ. ഓക്കെ, ആസ്പിറേഷൻ ആവാം അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ആവാം. സ്മോൾ ജോയിൻറ്റ് ഓർ ബേഴ്സ. ഓക്കെ, അപ്പോൾ സ്മോൾ ജോയിൻറ്റിലായിരിക്കും അല്ലെങ്കിൽ ബേഴ്സയിലാവാം. എക്സാമ്പിൾ ഫിംഗേഴ്സ് ഓർ ടോസ്. ഓക്കെ,
വിത്തൗട്ട് അൾട്രാസൗണ്ട് ഗൈഡൻസ് ആണെങ്കിൽ. ഇനി ഇത് തന്നെ വിത്ത് അൾട്രാസൗണ്ട് ഗൈഡൻസ് ആണെങ്കിൽ 20604 വിത്ത് പെർമനൻറ്റ് റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഓക്കെ, ഇനി അപ്പോൾ അവിടെയൊക്കെ പറയുന്നുണ്ട് ഇനി ഫ്ലൂറോസ്കോപ്പിക്കാണ് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ CT MRI ഒക്കെ ആണെങ്കിൽ ഏത് കോഡ് എടുക്കണം എന്നൊക്കെ അതിൻ്റെ കോഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോണേ. ഇനി 20605 എന്ന് പറയുന്നത് ആർത്രോസെന്തസിസ് തന്നെ, ആസ്പിറേഷൻ ഓർ ഇഞ്ചക്ഷൻ തന്നെ. 600 ഇറ്റ്സ് സ്മോൾ ജോയിൻ്റ് ഓർ ബേഴ്സ ആയിരുന്നു. ഇവിടെ ഇൻ്റർമീഡിയറ്റ് ജോയിൻ്റ് ആണ് കേട്ടോ, ഇൻ്റർമീഡിയറ്റ് ജോയിൻ്റ് ഓർ ബേഴ്സ. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നേരത്തെ എക്സാമ്പിൾ ഫിംഗേഴ്സും ടോസും ആയിരുന്നു. ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. വിത്തൗട്ട് അൾട്രാസൗണ്ട് ആണെങ്കിൽ 605, വിത്ത് ആണെങ്കിൽ 606, മുന്നേ കണ്ടതുപോലെ തന്നെ. ഇനി അടുത്തത് വരുന്നതും സെയിം തന്നെ. ഇവിടെ എന്താ ഡിഫറൻസ് വരുന്നത്? മേജർ ജോയിൻ്റ് ഓർ ബേഴ്സ ആണെങ്കിൽ അതിനുള്ള എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. വിത്തൗട്ട് ആണെങ്കിൽ 610, വിത്ത് അൾട്രാസൗണ്ട് ആണെങ്കിൽ 611. ഓക്കെ, ഇനി 20612 ആസ്പിറേഷൻ ആൻഡ് ഓർ ഇഞ്ചക്ഷൻ ഓഫ് ഗാംഗ്ലിയോൺ സിസ്റ്റ്. ഓക്കെ, എനി ലൊക്കേഷൻ ആണെങ്കിൽ ആ കോഡ് എടുക്കുക. ഇനി 615 ആസ്പിറേഷൻ ആൻഡ് ഇഞ്ചക്ഷൻ ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ബോൺ സിസ്റ്റ്. ഇനി 20650 ഇൻസർഷൻ ഓഫ് വയർ ഓർ പിൻ വിത്ത് ആപ്ലിക്കേഷൻ ഓഫ് സ്കെൽറ്റൽ ട്രാക്ഷൻ ഇൻക്ലൂഡിംഗ് റിമൂവൽ. ദെൻ 20660 ആപ്ലിക്കേഷൻ ഓഫ് ക്രേനിയൽ ടോങ്സ്. ഈ ക്രേനിയൽ ടോങ്സ് എന്നൊക്കെ പറയുന്നത് ഈ സെർവിക്കൽ ഫ്രാക്ചറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തലയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നൊരു സുനായാണ് കേട്ടോ. കാലിപ്പർ ഓർ സ്റ്റീരിയോടാക്റ്റിക് ഫ്രെയിം ഇൻക്ലൂഡിംഗ് റിമൂവൽ. ഇത്തരത്തിൻ്റെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ 20660. ദെൻ 20661 ആപ്ലിക്കേഷൻ ഓഫ് ഹാലോ ഇൻക്ലൂഡിംഗ് റിമൂവൽ ക്രേനിയൽ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ഈ കോഡ് കേട്ടോ. ഈ ക്രേനിയൽ ഹാലോ എന്ന് പറഞ്ഞാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെർവിക്കൽ സ്പൈനൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ടെക്സ്റ്റിൽ അതിൻ്റെ ഒരു പിക്ചർ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ക്രേനിയൽ ഹാലോ ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഹെഡ് ഓഫ് എ ചൈൽഡ് ഹുസ് skull is unusually thin due to congenital or developmental problems. അപ്പം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് അത്. അപ്പം അതിൻ്റെ ആപ്ലിക്കേഷനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് ക്രേനിയൽ ഹാലോ ആണെങ്കിൽ 20661. ഓക്കെ, ഇനി പെൽവിക് ആണെങ്കിൽ 662, ഫെമോറൽ ആണെങ്കിൽ 663. അപ്പോൾ കോഡ് എടുക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അനാട്ടമിക്കൽ സൈറ്റും കൂടെ നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇനി ഇത് ഇൻക്ലൂഡിങ് റിമൂവലാണ്, ആപ്ലിക്കേഷൻ ഇൻക്ലൂഡിങ് റിമൂവലാണ് കേട്ടോ. അപ്പം റിമൂവലിന് സെപ്പറേറ്റ് കോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഹാലോ ഇൻക്ലൂഡിങ് റിമൂവൽ ക്രേനിയൽ 6 or more pins placed for thin skull osteology. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യനെ ശ്രദ്ധിക്കുക. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 or more പിൻസ് പ്ലേസ് ചെയ്തു അല്ലെങ്കിൽ തിൻ സ്കൾ ഓസ്റ്റിയോളജിക്കാണ്. അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് പീഡിയാട്രിക് പേഷ്യൻസിന്, ഹൈഡ്രോസെഫാലസിന്, ഓസ്റ്റിയോജനസിസ് ഇംപെർഫെക്റ്റിനൊക്കെ ആണെങ്കിൽ. ഓക്കെ, ഇംപെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ആണെങ്കിൽ 20664. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കോഡ് എടുക്കണം. ഓക്കെ, ഇനി 20665 റിമൂവൽ ഓഫ് ടോങ്സ് ഓർ ഹാലോ അപ്ലൈഡ് ബൈ അനദർ ഇൻഡിവിജ്വൽ. അപ്പം നമ്മൾ നേരത്തെ കണ്ടതിനകത്തിൽ ആപ്ലിക്കേഷനും റിമൂവലും ഉണ്ടെന്ന് പറഞ്ഞു. ഈ വേറൊരു ആളാണ് അതെടുക്കുന്നതെങ്കിൽ നമ്മൾ അതിന് സെപ്പറേറ്റ് കോഡ് ചെയ്യണം. അതിനാണ് 20665. റിമൂവൽ ഓഫ് ടോങ്സിനാണെങ്കിലും ഹാലോയ്ക്കാണെങ്കിലും സെയിം കോഡാണ് കേട്ടോ. ദെൻ റിമൂവൽ ഓഫ് ഇംപ്ലാന്റ് സൂപ്പർഫിഷ്യൽ. എക്സാമ്പിൾ ബറീഡ് വയർ പിൻ ഓർ റോഡ്, സെപ്പറേറ്റ് പ്രൊസീജിയർ. അപ്പം സൂപ്പർഫിഷ്യൽ ആണെങ്കിൽ ഇംപ്ലാന്റിൻ്റെ റിമൂവൽ ഈ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസൊക്കെ അതൊക്കെ ആണെങ്കിൽ 20670. ഇനി അത് ഡീപ്പായിട്ടാണെങ്കിലോ 20680. ഇനി ആപ്ലിക്കേഷൻ ഓഫ് എ യൂണിപ്ലെയിൻ ഒരു യൂണിലാറ്ററൽ എക്സ്റ്റേണൽ ഫിക്സേഷൻ സിസ്റ്റം ആണെങ്കിൽ. ഇനി അടുത്തതെന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫിക്സേഷൻ സിസ്റ്റംസിൻ്റെ കോഡുകളാണ്. അപ്പോൾ അതിൽ നമ്മൾ മുമ്പേ കണ്ടായിരുന്നു അല്ലേ, യൂണിപ്ലെയിൻ, മൾട്ടിപ്ലെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതേപോലെ യൂണിപ്ലെയിൻ ആണെങ്കിൽ ഒറ്റ പ്ലെയിനിലേ ഉണ്ടാകത്തുള്ളൂ, യൂണിലാറ്ററൽ. ഓക്കെ, യൂണിലാറ്ററൽ യൂണിപ്ലെയിൻ ആണെങ്കിൽ 20690. ലാറ്ററാലിറ്റി നിങ്ങൾക്കറിയാമല്ലോ.
അതേപോലെ ആപ്ലിക്കേഷൻ ഓഫ് എ മൾട്ടിപ്ലെയിൻ യൂണിലാറ്ററൽ, അതായത് ഒറ്റക്കാലിലിട്ടു, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒറ്റക്കാലിലിട്ടു ഒറ്റ പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ ഏതെടുക്കും 20690 എടുക്കും. ഇനി ഒറ്റക്കാലിൽ മൾട്ടിപ്ലെയിൻ ആണ് ഇട്ടതെങ്കിൽ ആ കാലിൽ തന്നെ രണ്ട് വശത്തുമുള്ള ഒരേ കാലിൽ തന്നെ രണ്ട് വശത്തും പിന്നെ വരുന്ന ടൈപ്പിലാണ് ഇട്ടെങ്കിൽ 692 എടുക്കണം. ഓക്കെ, ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് ഓർ റിവിഷൻ ഓഫ് എക്സ്റ്റേണൽ ഫിക്സേഷൻ സിസ്റ്റം റിക്വയറിങ് അനസ്തേഷ്യ. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വന്നു, അവിടെ അനസ്തേഷ്യം വേണ്ടി വന്നു എന്ന് പറയുവാണെങ്കിൽ 20693. റിമൂവൽ, ഓക്കെ, ഈ സാധനം റിമൂവ് ചെയ്യുവാണ് അണ്ടർ അനസ്തേഷ്യ ആണെങ്കിൽ 694. ഇനി അടുത്തത് ആപ്ലിക്കേഷൻ ഓഫ് മൾട്ടിപ്ലെയിൻ യൂണിലാറ്ററൽ എക്സ്റ്റേണൽ ഫിക്സേഷൻ വിത്ത് സ്റ്റീരിയോടാക്റ്റിക് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഇൻക്ലൂഡിങ് ഇമേജിങ്, ഓക്കെ, ഇനിഷ്യൽ ആൻഡ് സബ്സീക്വൻറ്റ് അലൈൻമെൻറ്റ്സ്, അസസ്മെൻറ്റ് ആൻഡ് കമ്പ്യൂട്ടേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഷെഡ്യൂൾസ് ഒക്കെ ആണെങ്കിൽ 20696 വരും. 20697 എക്സ്ചേഞ്ച്, അതായത് റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻറ്റ്. റിമൂവ് ചെയ്ത് റീപ്ലേസ് ചെയ്താൽ ഓഫ് സ്ട്രട്ട് ഈച്ച് ആണെങ്കിൽ ഈച്ചിന് നമ്മൾ കൊടുക്കേണ്ട കോഡാണ് 20. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, എ പേഷ്യൻ്റ് ഈസ് ഗിവൺ സൈലോക്കെയിൻ, എ ലോക്കൽ അനസ്തെറ്റിക് ബൈ ഇഞ്ചക്ഷൻ ഇൻ ദ തൈ എബോവ് ദ സൈറ്റ് ടു ബി ബയോപ്സിഡ്. A small bore needle is then introduced into the muscle about 3 inches deep and a muscle biopsy is taken. What CPT code is reported for this service? അപ്പം എന്താണെന്ന് മനസ്സിലായി, ബയോപ്സി ആണെന്ന് മനസ്സിലായി അല്ലേ. പിന്നെ എന്തൊക്കെ കിട്ടി നമുക്ക് ഇതിനകത്തുനിന്ന്? ഇവിടെ പറയുന്നുണ്ട് സ്മോൾ ബോർ നീഡിലാണ് യൂസ് ചെയ്തതെന്ന് പറയുന്നുണ്ട്, പിന്നെ മസിലെന്നും പറയുന്നുണ്ട്, പിന്നെ അവിടെ 3 inches ഡീപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ഈ ക്വസ്റ്റ്യനകത്തൊന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസ് വെച്ചിട്ട് കോഡൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 20205 ഇതെന്ന് പറയുന്നത് ബയോപ്സി ആണ്, മസിലാണ്, ഡീപ്പാണ്. പക്ഷേ നമ്മൾ ബയോപ്സിയുടെ കോഡ്സ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ബയോപ്സി മസിൽ നിന്ന് മാത്രമാണെങ്കിൽ നമുക്ക് ഈ കോഡ് എടുക്കാം. പക്ഷേ അതേപോലെ തന്നെ താഴോട്ട് നോക്കിക്കേ 20206 ഉണ്ട്, നമുക്ക് ബയോപ്സി മസിൽ പെർക്യൂറ്റേനിയസ് നീഡിൽ എന്നും പറഞ്ഞൊരു കോഡുണ്ട്. അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് ഫസ്റ്റ് ഓപ്ഷൻ 205 ആകുമ്പം പെട്ടെന്ന് വരുന്ന നോക്കുന്നു, ബയോപ്സി കാണുന്നു, മസിൽ കാണുന്നു, ഡീപ്പ് കാണുന്നു, വേഗം ആൻസർ എടുത്തിട്ട് പോകരുത്. നമ്മുടെ ക്വസ്റ്റ്യനകത്തിൽ എ സ്മോൾ ബോർ നീഡിൽ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം നമുക്ക് എടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പെർക്യൂറ്റേനിയസ് നീഡിൽ നിന്നുള്ള ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആ കോഡിൻ്റെ കൊച്ചു ഡിഫറൻസുകളാണ് ഓരോ ഡിസ്ക്രിപ്ഷനിലും ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കോഡ് എടുക്കാൻ പറ്റൂ. ഒരിക്കലും ഫസ്റ്റ് ഓപ്ഷൻ മാത്രം കണ്ടിട്ട് സെലക്ട് ചെയ്തിട്ട് പോകരുത്. എപ്പോഴും ഒന്ന് മറ്റുള്ള ഓപ്ഷൻസും കൂടെ ഒന്ന് ക്വിക്കായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. ഓപ്ഷൻ ബി നോക്കിക്കേ 20206, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് 20206 ബയോപ്സി മസിൽ പെർക്യൂറ്റേനിയസ് നീഡിൽ. ഇവിടെ നമുക്ക് ബയോപ്സിക്ക് ഒറ്റ കോഡേ ഉള്ളൂ, ഡീപ്പെന്നോ സൂപ്പർഫിഷ്യലെന്നോ ഒന്നും ഇല്ല. ഓക്കെ, കാരണം അത് നീഡിൽ യൂസ് ചെയ്തിട്ടുള്ളതാണല്ലോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇപ്പം നമ്മൾ കൺഫ്യൂസ് ആവും ആ 3 inches ഡീപ്പും ഒക്കെ കാണുമ്പം. ഓക്കെ, അപ്പോൾ ഈ അങ്ങനെ ആവരുത്. ഈ 20206 ആണ് നമുക്ക് വേണ്ടുന്ന ആൻസർ. ഇനി ഓപ്ഷൻ സിയിൽ 20225 പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ബയോപ്സി ബോണാണ്, ബോണിൻ്റെ ഡീപ്പാണ്. നമ്മൾക്ക് ബോണല്ല വേണ്ടുന്നത്, നമുക്ക് എന്താ വേണ്ടുന്നത്? നമുക്ക് മസിലാണ് വേണ്ടുന്നത്. ഇനി 27324 അതെന്താണെന്ന് നോക്കാം. അത് നോക്കിക്കേ, അതും ബയോപ്സിയാണ്, സോഫ്റ്റ് ടിഷ്യൂ ഓഫ് തൈ ആണ്, ഡീപ്പാണ്. ഓക്കെ, പക്ഷേ അവിടെ എന്താണ്? ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ കോഡ് അതിൻ്റെ മുന്നിലും പിന്നിലും ഉള്ള കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് വായിച്ചു നോക്കുക. ഇത് എക്സിഷനാണ്. ഓക്കെ, എക്സിഷൻ വഴിയുള്ള ബയോപ്സിയാണ് പറയുന്നത്. ഡീപ്പാണെങ്കിൽ നമുക്ക് ഈ കോഡ് എടുക്കാം. ഇവിടെ പറയുന്നുണ്ട് അതിൻ്റെ താഴെ തന്നെ ഫോർ നീഡിൽ ബയോപ്സി ഓഫ് സോഫ്റ്റ് ടിഷ്യൂ യൂസ് 20206 കണ്ടോ, അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ അഥവാ ഈ കോഡാണ് ചെക്ക് ചെയ്യുന്നതെങ്കിലും അവിടെ ക്ലിയറായിട്ട് കൊടുത്തിട്ടുണ്ട് ഏത് കോഡ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനെന്ന്. അങ്ങനെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ ബി ആണ്.
Second question. A 22-year-old female has a retained Kirschner wire in the left little finger. Using local anesthesia, the left upper extremity was thoroughly cleansed with betadine. The end portion of the little finger was opened by a transverse incision through the subcutaneous tissue to the bone. The retained Kirschner wire was located within the distal phalanx. It was removed and closed with sutures. What CPT code is reported? അപ്പം ഇവിടെ ഈ കൃഷ്ണ വയർ, എനിക്കിത് പറയുമ്പോൾ കൃഷ്ണൻ വയറെന്നൊക്കെയാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, Kirschner wires or K wires are stiff straight wires that are sometimes needed to repair a fracture. ഓക്കെ, അപ്പം ഫ്രാക്ചർ റിപ്പയറിന് ഉപയോഗിക്കുന്ന ഒരു വയറാണിത് കേട്ടോ. അപ്പം ഇവിടെ എന്താ പറയുന്നത്, ഇത് 22-year-old ഫീമെയിലാണ്, അവർക്ക് ഇത് ലിറ്റിൽ ഫിംഗറിലുണ്ട്. അപ്പം ഇത് റിമൂവ് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ. യൂസിങ് ലോക്കൽ അനസ്തേഷ്യ കൊടുത്തിട്ട് ലെഫ്റ്റ് അപ്പർ എക്സ്ട്രിമിറ്റിയിലാണ്. ഓക്കെ, അവിടെ ക്ലെൻസ് എല്ലാം ചെയ്തിട്ട് എൻഡ് പോർഷൻ ഓഫ് ദ ലിറ്റിൽ ഫിംഗർ, അപ്പം ലെഫ്റ്റ് അപ്പർ എക്സ്ട്രിമിറ്റിയിലെ ലിറ്റിൽ ഫിംഗറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വാസ് ഓപ്പൺഡ് ബൈ എ ട്രാൻസ്വേഴ്സ് ഇൻസിഷൻ ഇട്ടു. എന്നിട്ട് എവിടം വരെയാണ്? സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ടു ദി ബോൺ. അപ്പം ബോൺ വരെ എന്ന് പറയുന്നുണ്ട് അല്ലേ, അപ്പോൾ അത് ഡീപ്പാണ്. The retained Kirschner wire was located within the distal phalanx. It was removed and closed the sutures. അപ്പോൾ അത് റിമൂവ് ചെയ്തു. അപ്പം റിമൂവൽ ഓഫ് ദിസ് Kirschner വയറാണ്. പിന്നെന്താണ്, അത് ഡീപ്പായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ അനസ്തേഷ്യ കൊടുത്തെന്നും പറയുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ഓപ്ഷൻസ് നോക്കാമെങ്കിൽ ഓപ്ഷൻ എയിൽ നമ്മുടെ ഇൻറ്റഗ്യുമെൻ്ററി എന്നുള്ള ഓപ്ഷനാണ് അല്ലേ. നമുക്കറിയാം, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും മസ്കുലോസ്കെൽറ്റലാണ്. അതുമല്ല, ഇങ്ങനെ വരുമ്പോൾ റിലേറ്റഡ് ടു ബോണ് അതിൻ്റെ റിമൂവലൊക്കെ വരുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് കോഡ് എടുക്കേണ്ടത്? 2 സീരീസിൽ നിന്നാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എ അങ്ങ് സ്കിപ്പ് ചെയ്യാം. ബി നോക്കിക്ക് 20680. അപ്പോൾ 20680യും 20670യുമാണ് നമുക്കിവിടെ ഉള്ള 2 കോഡുകൾ. ഇത് രണ്ടും മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. പിന്നെ F4 എന്താണ്? F4 ഒരു മോഡിഫയർ ആണ്. F4 എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കും എല്ലാവർക്കും അല്ലേ, ലെഫ്റ്റ് ഹാൻഡ് 5th ഡിജിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം അതും പോട്ടെ. അപ്പോൾ 20670 എന്താണെന്ന് നോക്കാം. അതെന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ഇംപ്ലാന്റ് ആണ്, സൂപ്പർഫിഷ്യലാണ്. ഓക്കെ, എക്സാമ്പിൾ ബറീഡ് വയറൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് ഓക്കെയാണ്, നമുക്ക് വേണ്ടുന്ന കോഡാണ്. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? സൂപ്പർഫിഷ്യലാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ സൂപ്പർഫിഷ്യലാണോ? അല്ലല്ലോ. അപ്പം നമുക്കതെടുക്കാൻ പറ്റില്ല. അപ്പം 20680 ഡീപ്പാണ്. അപ്പം അതാണ് നമുക്ക് വേണ്ടുന്ന ആൻസർ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 20680 F4. ഓക്കെ, another example. A physician performed the following trigger point injections. 2 injections into the flexor carpi muscle, 1 injection into the extensor carpi muscle, 3 injections into the triceps brachii, 1 injection into the biceps brachii. What is the correct code for these injections? See, ഇവിടെ ട്രിഗർ പോയിൻ്റ് ഇഞ്ചെക്ഷൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ നോക്കാമെങ്കിൽ കുറേ ഇഞ്ചെക്ഷൻസ് എടുത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഓരോരുത്തടത്തും ഒന്നിൽ കൂടുതൽ ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ട്, ഓരോ മസിലിലും ഒന്നിൽ കൂടുതൽ ഇഞ്ചെക്ഷൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഓപ്ഷൻസിൽ നോക്കാമെങ്കിൽ നമുക്ക് കാണാം ×7ഉം ×2ഉം ×5ഉം ഒക്കെ വെച്ചും അല്ലാതെയൊക്കെ കോഡുകളുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കറക്റ്റായിട്ട് കോഡ് എടുക്കുക എന്നുള്ളത്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, 20553 ആണ് ഫസ്റ്റ് ഓപ്ഷൻ. ഈ 20553 എന്ന് പറയുന്നത് അതിൻ്റെ പേരൻറ്റ് കോഡ് നോക്കിക്കേ, 552 നോക്കിക്കേ. ഇഞ്ചെക്ഷൻസ് സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ട്രിഗർ പോയിൻറ്റ്സ് 1 or 2 മസിൽസ്. അതിൻ്റെ തന്നെ സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ട്രിഗർ പോയിൻറ്റ്സ് 3 or more മസിൽസ്. ഈ 2 കോഡുകളും നിങ്ങൾ കണ്ടോ? ഈ 2 കോഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 20552 പറയുന്നത് ഇഞ്ചെക്ഷൻസ് ആണ്, സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ട്രിഗർ പോയിൻറ്റ്സ് ആണ്.
1 or 2 മസിൽസ് ആണ്. അതായത് ഇഞ്ചക്ഷൻസ്, ഞാൻ പറഞ്ഞു ഇഞ്ചക്ഷൻ എന്നല്ല ഇഞ്ചക്ഷൻസ് എന്നാണ്. അപ്പം ഒന്നിൽ കൂടുതൽ ഇഞ്ചക്ഷൻസ് വരാം. ഓക്കെ, സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ട്രിഗർ പോയിൻറ്റ്സ്, ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ട്രിഗർ പോയിൻറ്റ്സ് ആവാം, ഒന്നോ രണ്ടോ മസിൽസ് ആവാം. ഓക്കെ, അപ്പോൾ ഒരു മസിലിനെടുത്താലും 2 മസിലിനെടുത്താലും 1 ഇഞ്ചക്ഷൻ എടുത്താലും 2 ഇഞ്ചക്ഷൻ എടുത്താലും നമുക്ക് ഏത് കോഡ് മതി? 20552 മതി. പക്ഷേ 1, 2 അതിൽ കൂടുതൽ മസിൽസിൽ എടുത്തു എങ്കിൽ നമ്മൾ പോവേണ്ട കോഡാണ് 20553. ഓക്കെ, ഇവിടെ സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ട്രിഗർ പോയിൻറ്റ്സ് ആണ്. അതായത് ഇഞ്ചക്ഷൻസ് ആണ്, അതിൽ സിംഗിൾ ആകാം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ട്രിഗർ പോയിൻറ്റ്സ് ആകാം. ഓക്കെ, 3 or more മസിൽസ് ഉണ്ടാവാം. 1 മസിൽ ഉണ്ടാകാം, 2 മസിൽ ഉണ്ടാകാം, 3 മസിൽ ഉണ്ടാകാം, 4 ഉണ്ടാകാം. അപ്പം 1 മസിലോ 2 മസിലോ ഉള്ളെങ്കിൽ ഇതെടുക്കില്ല, നമ്മളേതെടുക്കും? 552 എടുക്കും. 3 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആണെങ്കിൽ നമുക്ക് ഈ കോഡ് എടുക്കാം. അപ്പോൾ ഈ കോഡിൽ തന്നെ പറയുന്നുണ്ട് ഇത് 3 എണ്ണത്തിൽ കൂടുതലുള്ള മസിലിനും ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ള ട്രിഗർ പോയിൻറ്റ്സിനാണെന്നും ഇഞ്ചക്ഷൻസിനുമാണെന്നും പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഇതിനകത്തിൽ ബണ്ടിൽഡാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഇതിൻ്റെ കൂടെ ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 3 വല്ലതും കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ബിക്കോസ് അതെല്ലാം അവിടെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഓപ്ഷനിൽ എ തെറ്റാണ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, ഇനി ഓപ്ഷൻ സി നോക്കിക്കേ. 20552 20553 കൂടെ കോഡ് ചെയ്ത് വെച്ചിരിക്കും. അങ്ങനെ കോഡ് ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ടോ? ഇല്ല, കാരണം ഒന്നേ ഉള്ളൂ അല്ലെങ്കിൽ 2 ഉള്ളെങ്കിൽ 552 എടുക്കുക, അതിൽ കൂടുതലുണ്ടെങ്കിൽ 553 എടുക്കുക, രണ്ടും കൂടെ കോഡ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഓപ്ഷൻ സി നമുക്ക് പറ്റില്ല, ഓപ്ഷൻ ഡിയും പറ്റില്ല. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പോർഷൻസ് നമുക്ക് ഓരോ വീഡിയോസായിട്ട് നമ്മൾ കാർഡിയോവാസ്കുലർ ചെയ്ത പോലെ നമുക്ക് ചെയ്യാം. ഞാൻ ഫാസ്റ്റായിട്ട് വീഡിയോ ഇടാൻ ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.